ഇന്ന് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഇഞ്ചി കറിയാണ്. വെരി സിമ്പിളാണ്. അപ്പം നമ്മൾ ഇഞ്ചിയെ വട്ടം വട്ടമായിട്ട് മെലിഞ്ഞരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. എന്നിട്ട് ഫ്രൈ ചെയ്ത് ഈ ഒരു കളറായി വരുമ്പോൾ അതിനെ വറുത്ത് കോരിയെടുത്ത് അത് ചെറുതായിട്ടൊന്ന് ആറി വരുമ്പം അതിനെ നല്ലതായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതിനെ പിന്നെ നമ്മളത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ നമ്മൾ വറുത്ത് കോരിയ ആ എണ്ണയിൽ തന്നെ നമ്മളതിനെ പിന്നെ അതിനെ മാറ്റി വെച്ചിട്ട് ആ എണ്ണ യൂസ് ചെയ്യണം. ഒരു ലെമൺ സൈസ് നമ്മളൊരു 250 ഗ്രാം ഇഞ്ചിയാണ് എടുത്തത്. അപ്പോൾ ഒരു ലെമൺ സൈസ് പുളി പിഴിഞ്ഞു വെച്ചു. ആ വറുത്ത് കോരിയ എണ്ണ തന്നെ കുറച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണയിൽ തന്നെ നമ്മൾ ഇച്ചിരി കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കടുക് വറുത്തെടുത്തിട്ട് അതിലൊരു 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തു. പിന്നെ അതിൽ തന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ ഇട്ടു. തീ കുറച്ച് വെച്ചിട്ടായിട്ട് അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടാണ് ഇട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന ലെമൺ സൈസ് പുളിവെള്ളം അതും കൂടെ അതിലോട്ട് ഒഴിച്ചു. എന്നിട്ട് അതിനെ നല്ലതായിട്ട് തിളയ്ക്കാൻ വിട്ട് ഞങ്ങൾ നല്ലതായിട്ട് അത് തിളച്ച് വന്ന സമയത്ത് അതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടു. അതിന് ശേഷം അത് നല്ലതായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്താണ് നമ്മൾ ഈ പൊടിച്ച് വെച്ച നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ, ആ ഇഞ്ചിനെയാണ് അന്ന് ആ സമയത്താണ് നമ്മൾ ആ ഇഞ്ചിനെ അതിലോട്ട് മിക്സ് ചെയ്യുന്നത്. ഇഞ്ചി പൊടിച്ചതിനെ ആ സമയത്ത് നല്ല മിക്സ് ചെയ്യുമ്പം അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഇൻ കേസ് അത് കുറുകിയിരിക്കുകയാണെങ്കിൽ, കുറുകി ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി വെള്ളം ഒഴിക്കണ്ട. ഞങ്ങൾ ഉണ്ടാക്കിയപ്പം അതിനൊരു കുറച്ച് വെള്ളം കുറവ് പോലെ നമുക്ക് തോന്നി. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ, അല്ലാതെ പച്ചവെള്ളം എടുത്ത് ഒഴിക്കല്ലേ. അപ്പം നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം അതിലോട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കി, ഒത്തിരി വെള്ളവും ഒത്തിരി കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൺസിസ്റ്റൻസി അതിൻ്റെ ഒന്ന് ശരിയാക്കി കൊടുത്തു. അപ്പം ഇത്രയും കൂടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു. അമ്മയാണ് ഉണ്ടാക്കിയത്, അമ്മയുടെ റെസിപ്പിയാണ്. ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വളരെ ഈസിയാണെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവും. വലിയ പാടൊന്നുമില്ല, റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, വളരെ ഈസിയാണ്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ശർക്കര നമ്മൾ ചീവി ഇങ്ങനെ വെച്ചിരുന്നു, അതും ഇട്ട് കൊടുത്തു. മധുരം ഇച്ചിരി ഇഞ്ചിക്കറിക്ക് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഉപ്പ് ശർക്കര രണ്ടും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇഞ്ചിക്കറി റെഡിയായി. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല ഉഗ്രൻ ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്ലീസ് സബ്സ്ക്രൈബ് ടു പേർഷ്യൻ മലയാളി.